നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. 1988 ഏപ്രിൽ 13 ഉദ്ഘാടനം ചെയ്ത കരിപ്പൂർ വിമാനത്താവളം വർഷങ്ങളോളം ആഭ്യന്തര വിമാന സർവീസും ചുരുക്കം ചില അന്താരാഷ്ട്ര വിമാനങ്ങളും മാത്രം സർവീസ് നടത്തിയിരുന്ന കോഴിക്കോട് വിമാനത്താവളത്തിന് ഇന്നത്തെ രീതിയിൽ അന്താരാഷ്ട്ര സർവീസുകൾ നടത്താൻ കാരണമായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഇടപെടലായിരുന്നു. 2007 പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് യാപ്ലിക്കൽ സർവീസസ് CEO സലാം പാപ്പിനിശ്ശേരി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ നേരിട്ട് കണ്ടു നിവേദനം നൽകി. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കോഴിക്കോട് വിദേശ വിമാനമിറങ്ങാൻ തുടങ്ങിയത്. തൊഴിലാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനുമായി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് മെഗാ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. നേട്ടങ്ങൾ ആഘോഷിക്കുന്നു, ഭാവി കെട്ടിപ്പടുക്കുന്നു എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. പ്രമുഖ ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാണ്ഡെ, ഗായിക കനിക കപൂർ, നടന്മാരായ റോമൻ ഖാൻ, വിശാൽ കോട്ടിയോൻ, ഗായകനും സംവിധായകനുമായ രോഹിത് ശ്യാം റൌട്ട് എന്നിവരും ഈ ആഘോഷത്തിൽ അതിഥികളായി പങ്കെടുക്കും. ദുബായിയുടെ വളർച്ചയ്ക്കും വികസനത്തിനും വലിയ രീതിയിൽ സംഭാവന ചെയ്യുന്ന തൊഴിലാളി സമൂഹത്തിന് ആദരവർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Yes, this event this year it will be different. The difference is that the capacity in the different location. Actually, we have 3 main locations in Dubai: Al-Goz, Jebel Ali, and the biggest one it will be in Al-Goz, which is the capacity. We increased the capacity. Last year it was 5,000. This year it will be 10,000. So also the prices it will be more this year. Last year we bought 1 car, today 2 cars for drop, plus kids thanks Flydubai, and plus iPhones and also gold. So the drawing will be in different prices during the celebration of the New Year. We will start at 4 o'clock and we will start. UAE മലയാളികളുടെ കൂട്ടായ്മയായ മലയാളീസ് കൾച്ചറൽ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുന്ന വിൻഡ് ആൻഡ് വൈബ് സംഗീത നിശ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗോപാൽ ദാസിന്റെ ക്രോമാറ്റിക് ഫ്യൂഷൻ ബാൻഡിന്റെ സംഗീത ദിശ വേദിയെ വർണ്ണാഭമാക്കി. ആഘോഷ പരിപാടിയിൽ യാപ്ലിക്കൽ സർവീസസ് സംഘടിപ്പിച്ച ലക്കി ഡ്രോയിൽ വിജയിയായ കാസർഗോഡ് ആനപ്പാടി സ്വദേശി ഹാരിസിന് NTV ചെയർമാൻ മാത്തുക്കുട്ടി സമ്മാനം കൈമാറി. ചടങ്ങിൽ മാൽക്ക പ്രസിഡന്റ് യൂസഫ് സക്കീർ, ജനറൽ സെക്രട്ടറി ശ്രീജൻ, ട്രഷറർ നരേഷ്, പ്രോഗ്രാം ഡയറക്ടർ നിസാർ ഇബ്രാഹിം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൾമനറി ആർട്ടീരിയൽ രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കായി വികസിപ്പിച്ച പുതിയ മരുന്നിന് അബുദാബി ആരോഗ്യ വകുപ്പ് അംഗീകാരം നൽകി. ഓരോ 3 ആഴ്ചയിലൊരിക്കൽ നിർദ്ദിഷ്ട ഡോസുകളിൽ സബ്ക്യൂട്ടനസ് കുത്തിവയ്പ്പിലൂടെ നടക്കുന്ന വൻവൈറൽ എന്ന മരുന്നിന് മെഡിക്കൽ മേൽനോട്ടത്തിൽ രോഗികൾക്കോ പരിചാരകർക്കോ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ശ്വാസകോശ രക്തക്കുഴലുകളിലെ കോശങ്ങളുടെ അമിതമായ വ്യാപനത്തെ തടയുകയാണ് ഈ ഔഷധം ചെയ്യുന്നത്. ഈ പ്രക്രിയ രക്തക്കുഴലിലെ സങ്കോചം കുറയ്ക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിലുള്ള ബുദ്ധിമുട്ട് ലഘൂകരിക്കുകയും ചെയ്യുന്നു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിനെ തുടർന്ന് ഇന്ത്യൻ പ്രവാസികൾ ഈ വാരാന്ത്യത്തിൽ UAE-ലുടനീളം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചു. ദർശന കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ക്രിസ്മസ് സ്നേഹസംഗമം മൻമോഹൻ സിംഗിനെയും MT വാസുദേവൻ നായരെയും അനുസ്മരിക്കുന്ന ചടങ്ങായി മാറി. എണ്ണിയാൽ ഒടുങ്ങാത്ത ജനക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രഗത്ഭരായ ഭരണാധികാരിയാണ് മൻമോഹൻ സിംഗ് എന്നും സമീപകാലത്ത് രാഷ്ട്രം നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടെന്നും റവണന്റ് യൗനാൻ മുളമൂട്ടിൽ കോർ എപ്പിസ്കോപ്പ് പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, കേരള കാർഷിക കടശ്വാസ ബോർഡ് അംഗം TG രവി, അക്കാഫ് പ്രസിഡന്റ് പോൾ T ജോർജ്, ഷില പോൾ, സാം വർഗീസ്, ഷറഫുദ്ദീൻ വലിയകത്ത്, ഷാഫി അഞ്ചങ്ങാടി, വീണ ഉല്ലാസ്, TP അഷ്റഫ്, KV ഫൈസൽ, മുസ്തഫ കുറ്റിക്കോൽ, CP മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.